ഇന്നത്തെ പരിപാടി മക്കളെ ഒന്നും പറയണ്ട കേട്ടോ. അങ്ങനെ നമ്മളിവിടുന്ന് പോകാനുള്ള തെരുവ് പരിപാടിയിലാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് എടുത്ത് വെച്ചു. അങ്ങനെ 6:45 മിനിറ്റതാ 7 പറയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ലഗേജ് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ ചാർജിങ് ഒന്ന് ഫുള്ളാവുണ്ട്. അതുകൊണ്ടായിട്ട് പോകാൻ വിചാരിച്ചിട്ടോ. പഴയ ബോർഡ് കേടായത് പുതിയത് വെക്കണം. സാധനങ്ങൾ ഞാൻ കാണിച്ചിറങ്ങി. ആള് നമുക്ക് കൊണ്ടിരുന്ന ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ ആടി പോയി എടുക്കുകയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു പോയി. അമ്മ പറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പോയിണ്ടി. അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. പറയണ്ട. പുറത്തേക്ക് എത്തി നമ്മൾ സൈക്കിളൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചു. കുറേ കാലം വേണ്ടി നമ്മൾ സൈക്കിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്നാമത് സൈക്കിളും ഫുള്ള് ലോഡും കാര്യങ്ങളൊക്കെ കയറ്റി സെറ്റായി. ഇല്ലെങ്കിൽ ഫ്രണ്ടിലെ ബൈക്ക് കൂടി മാത്രമേ ആക്കിയുള്ളൂ. സ്റ്റാൻഡിൽ പറഞ്ഞ പോലെ അധികം നാൾ നിൽക്കില്ല. കൊണ്ട് വീണ്ടും കണക്ക് തന്നെയാണ്. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും സൈക്കിൾ യാത്ര തുടങ്ങിയാണ്. അയ്യോ കുറേ നാളൊന്നായിട്ടില്ല. ഒരു മാസം പറയുന്നുണ്ട്. അപ്പോൾ ഫുള്ള് സെറ്റാക്കിൻ്റെ കാര്യങ്ങൾ കുടുങ്ങതും ഒരു ചായ കുടിച്ചിട്ട് പോകാൻ കണ്ട് നിൽക്കണേ. ചായ കുടിച്ചിട്ട് കൂട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ലേ, ചവിട്ടാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കൊന്നുണ്ട്. എന്തോരം ഫുഡ് വന്നെന്ന് പറഞ്ഞു. മച്ചനെ നിർബന്ധിച്ച് ചെയ്യിപ്പില്ല. എവിടെ കഴിപ്പിച്ചിട്ട് എന്തോ ഉപ്പാട് കളഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ചായിക്കുള്ള സൈക്കിളോട്ടാൻ പറ്റില്ല എന്ന് പ്രശ്നേ. അങ്ങനെ വീടൊക്കെ കണ്ടില്ല. ഇനി എന്നാണോ ഇവിടേക്കൊക്കെ വരിക. ഭയങ്കര മിസ് ചെയ്യൂലേ അങ്ങനെ കുറേ നാളോടെ നിന്നിട്ട്. ഇവരെ കുറിച്ച് പറയാൻ വെച്ചാൽ നമ്മളിപ്പോൾ ഇത്ര ദിവസം നിന്നില്ലേ. ആദ്യം നാട്ടിൽ പോകണേക്കാൾ 5-6 ദിവസം നിന്നു. പിന്നെ എപ്പോഴും നിന്നു. ഇതൊരു ഹോം സ്റ്റേ ആണ് ശരിക്കും. ഇതിന് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വാങ്ങണ്ടില്ല. വേറെ കുറച്ച് ഫുഡും തരും. അത്രയും സ്നേഹിക്കാന്ന് അറിയില്ല. അങ്ങനെയാണ് ചെയ്യണത്. കാശ്മീരത്തെ ആൾക്കാരെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഇങ്ങനെയാണ് കാശ്മീരത്തെ ആൾക്കാർക്ക് 2-3 പ്രാവശ്യം ഇപ്പോൾ അനുഭവം ഉണ്ടാവണം ഇവരുടെ അടുത്തുനിന്ന്. അത്രയും സ്നേഹിച്ച് കൊല്ലിയ അതറിയില്ല. അങ്ങനെയൊക്കെയാണ് പറ്റി. ഒന്നും പറയണ്ട. അങ്ങനെ കൃഷിനൊരു ടാങ്ക് പോലത്തെ സംഭവം കണ്ടില്ലേ. അങ്ങനെ ഞാനെന്തായാലും നേരിട്ട് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഇറങ്ങാം. എന്നോട് ബായ് പറഞ്ഞിട്ട് ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. നമ്മൾ ഓരോടൊക്കെ ബായ് പറഞ്ഞിട്ട് വരാം. ദീദി മാമ ഓക്കെ ബൈ. ഓക്കെ ബൈ 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 ബൈ. ഓക്കെ താങ്ക് യു താങ്ക് യു. ഓക്കെ ബൈ ബൈ. ഓക്കെ. ഓ എന്താ പോലെ മുമ്പത്ര നിന്നിട്ട് ഒന്നും പറയണ്ട. ഓക്കെ ബൈ. ഓക്കെ आज मनाली रोड में. हाँ इधर से जाएगा तुपसी. हाँ तुपसी. हाँ हाँ स्टे करने का. हाँ ओके. ये 50 किलोमीटर उधर से तुपसी. हाँ हाँ उपसी. हाँ ओके बाय. ये नेट का है आपका. इसमें वो उसका है. ये वाला सिम का है. सिम ये वाला है इसमें. हाँ ये तो आपका वो खत्म हो जाएगा ना इसका. ओके. इसका नहीं वहाँ से. അങ്ങനെ ഞാനിവിടുന്ന് പോവാണ്. ആളോടൊക്കെ ബൈ പറഞ്ഞിട്ട്. ഓക്കെ. ओपन कर लेंगे. आओ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമായിട്ടാണ് മണാലി റോഡിലേക്കൊക്കെ കയറി. അങ്ങനെ മണാലി റോഡിൽ കയറിയിട്ടുള്ള വ്യൂ ആട്ടെ. വ്യൂ ഒന്ന് നോക്കിയാൽ അങ്ങോട്ട് എന്തിട്ട് വ്യൂ നോക്കിയാൽ മക്കളെ. രക്ഷയില്ലല്ലോ. ഇവിടുന്ന് എത്ര ദൂരം സൈക്കിളിൽ പോകാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പില്ല. എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉപ്ഷി അങ്ങനെ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി ചായ അടിക്കണം പറഞ്ഞില്ല. 50 കിലോമീറ്റർ ഉണ്ട്. റോഡ് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞേ. അപ്പം അങ്ങോട്ടുള്ള പരിപാടിയാണ് ഇനി. ഇത്ര ദിവസം സൈക്കിളോട്ടാണ്ട് 50 കിലോമീറ്റർ ഒക്കെ ചവിട്ടാവില്ലെന്ന് അറിയില്ല. സമയം 7 മണിക്ക് ഇറങ്ങാറുണ്ട്. ഞാൻ 9 മണി പറയുന്നത് ഇറങ്ങും തന്നെ. വ്യൂ നോക്കിയേ. ആദ്യം അടിപ്പം വ്യൂ തന്നെയുണ്ടല്ലേ. ബാങ്കോങ് ഹെൻലെ ടസ്മോ റിതിയ എന്തിട്ട് സ്ഥലത്തിൻ്റെ പേര് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് പരിപാടി മക്കളെ. ഇനി ഇവിടുന്ന് നേരെ പോകാൻ നോക്കട്ടെ. ഞാനെന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാൻ നല്ലത്. പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണുമ്പോൾ അല്ല ഇങ്ങനെ ആക്കുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ആക്കുന്നുണ്ട്. ഹായ്. അങ്ങനെ
കണ്ടില്ലേ ഗ്ലൗസ് ഇടാണ്ടെന്ന് ഓടിക്കുക എളുപ്പമില്ല. അപ്പോൾ ശരി കേട്ടോ മക്കളെ. അങ്ങനെ മക്കളെ കയറ്റം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ആ അറ്റത്തുനിന്ന് ഇവിടുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. വയ്യാട്ടാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ സമയത്ത് പറയുന്നത് ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. 3 മണിയല്ല 2 മണി കഴിഞ്ഞുണ്ട്. കറക്റ്റ് 2:05. ഇത്ര നേരമായിട്ട് അവിടെ വരെ ചവിട്ടാൻ വേണ്ടി ഇടുന്നു. ഇവിടെ നിന്ന് കയറ്റാൻ വന്നത് ഗംഭീര കയറ്റാൻ കൊണ്ട് മക്കളെ എളുപ്പമില്ല. എന്നിട്ട് ഉപ്ഷി അങ്ങനെ എന്താ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ 11-15 കിലോമീറ്ററിനുള്ളിലായിട്ടുണ്ട്. അവിടെ പോയിട്ട് ടെൻ്റ് അടിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഓ നോക്കി നോക്കി ഒളിച്ചിറങ്ങിയിട്ട് ഒരു രക്ഷമില്ല. വീഡിയോ ഉണ്ട് പാറ കാണുമ്പോൾ നോക്കി എന്ത് വലുതാ. ഫുള്ളാറ്റാൻ തന്നെയാവുന്നുണ്ട് കേട്ടോ. എന്നിട്ടിപ്പോൾ വരുമ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആട് കണ്ണൂരിലാന്ന്. ഇവിടെ ലഡാക്കിലത്തെ ആടാ. പക്ഷേ പെടപ്പഴായിട്ട് മലയാളം പറഞ്ഞത് എത്ര 7 കൊല്ലമുണ്ട് അവിടെ പഠിച്ചത്. 6ാം ക്ലാസ് തൊട്ടിട്ട് +2 കഴിഞ്ഞിട്ട് പിന്നെ എന്തോ കോഴ്സ് ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞത്. 7-8 കൊല്ലമായിട്ട് ഉണ്ടായിരുന്നു പറഞ്ഞത്. ഹായ് കേരള से साइकिल लेके हाँ कहाँ तक जाओगे? मनाली हाँ മിലിറ്ററിക്കാരൊക്കെ വന്നിട്ട് വർത്താനം പറയും. താങ്ക് യു ബൈ. ഓക്കെ ആ ഓക്കെ. മിലിറ്ററി സാർമാർ വന്നിട്ട് മിലിറ്ററി സാർമാർ വന്നിട്ട് മാങ്ങി പാർലെ ബിസ്ക്കറ്റ് കാലം മറന്നു. പാർലെ ബിസ്ക്കറ്റും കിട്ടിയിട്ടുണ്ട്. നോക്കി കഴിഞ്ഞാൽ കയറ്റം തുറണ്ടാണോ അത് മൊത്തം ചവിട്ടി കയറ്റേണ്ടി വരുന്നുണ്ട്. ചവിട്ടല്ല തള്ളി കയറ്റിയ. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലത്തിനുള്ള ഫുഡ് സെറ്റായി. അങ്ങനെ മക്കളെ പിന്നെ വരാം. വഴി നോക്കി മക്കളെ ഫുള്ള് പാറകൾ. അവിടെയൊക്കെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഫുള്ള്. വഴി നോക്കി ഒറ്റമാരെ ഒരു പിടപെട ചോക്കാരെ എന്താവും നോക്കാം. മൂക്കൊക്കെ വലിച്ചിട്ട് ഇവിടെയൊക്കെ പൊട്ടി തുടങ്ങിയാകെ കുറച്ചിട്ട് നമുക്ക് നൈസായിട്ട് പോയി നോക്കാം. അമ്മോ ടൈറ്റാണല്ലോ മാറി ഈറ. ഹായ് എന്തിട്ട് ഇറക്കാൻ നോക്കിക്കോട്ടെ. ഗംഭീര സാധനമാണ്. എല്ലാവരും സാധനമല്ല കെട്ടി പറഞ്ഞ വേണ്ട മതി. അറ്റത്ത് നേരെ നോക്കി മഞ്ഞ് വില കാണാണ്ടാ. എന്ത് രസം തിളങ്ങ വെയിലടിക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്തിട്ടാ മിലിറ്ററി എന്താ പരിപാടി ഇരുന്നുണ്ട്. എന്തൊരു സൈഡ് വലിയുള്ള പോലെ വണ്ടിക്ക്. പഞ്ചറായി ഉണ്ടഞ്ഞി ഇല്ല. ഉണ്ടാക്കണോ റോഡിലുള്ള സ്ഥലമുണ്ട്. എന്തിട്ട് വഴി നോക്കി. യോ യോ എങ്ങനെയുണ്ട് ടയ വഴി. നല്ല രസമുള്ള വഴിയല്ലേ. വലിയ ഇറക്കാന്നുണ്ട്. ചെറിയൊരു കയറ്റാട്ടാ. നേരത്തേക്കട്ടെ കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണില്ല. ഇവിടെ നോക്കിയാലും മലയാണ്. അതാണ് ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാൻ കാരണം. എല്ലാ ഏരിയ എത്തുമ്പോൾ എന്തെങ്കിലും എടുക്കാമെന്ന് മാത്രമേ. അപ്പോൾ ശരി മക്കളെ. അങ്ങനെ ഉണ്ടെന്ന് ഭക്ഷണം കഴിക്കാൻ കയറിയതാ. കാലത്തൊട്ട് സാധനം കഴിച്ചിട്ടുണ്ടാണെന്നില്ല. ഇപ്പോൾ കഴിക്കാൻ കയറണേ. അങ്ങനെ പൊറാത്തയാണ് പൊറാത്ത. തൊട്ടപ്പുറത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്ത് വില്ലേജിൻ്റെ തന്നപ്പോൾ ആ വില്ലേജിൽ പോയിട്ട് സ്റ്റേ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെയുള്ള പരിപാടി മക്കളെ. ഒന്ന് ഇവിടുത്തെ ട്രൈ നോക്കാം. എന്താണോ ചെറുപയറേറിയാണ്. നല്ല ടേസ്റ്റുള്ള ചെറുപയറ കേട്ടോ. സൗണ്ടൊക്കെ പോയി തുടങ്ങി.
കണ്ടില്ല. ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ടെൻ്റ് അടിച്ചുള്ള സ്ഥലം കാണിച്ചായിരുന്നു കണ്ടില്ലേ. എന്ന് പറഞ്ഞാൽ നേരെ ഹെന്നിലേക്ക് പോണ റൂട്ടാട്ടോ മുകളിൽ കൂടെ. അതിൻ്റെ ഇപ്പുറത്തോടുള്ളതാണ് മണാലി റൂട്ട് കണ്ടില്ലേ. നമ്മൾ ഇവിടെയാണ് ടെൻ്റ് അടിച്ചുള്ളത്. നമ്മൾ ഇവിടെ ലാസ്റ്റ് വില്ലേജാണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 30-40 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അടുത്ത വില്ലേജ് എന്ന് പറഞ്ഞത്. ഉറക്കം വരിക. ഞാൻ കുറച്ച് നേരം അടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വീണ്ടും കഴിഞ്ഞിട്ട് അപ്പോൾ എത്ര 5:45 അതിൻ്റെ സമയം. വെറുതെ മോളിക്ക് പോയിട്ട് കാര്യമില്ലാന്ന്. അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ഉണ്ടാവുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കൂടെ അടിക്കാമെന്ന്. പിന്നെ നാളെ കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് സെറ്റായിട്ട് കണ്ടില്ലേ. സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. അവിടെ മുകളിലൊരു ചെറിയൊരു വില്ലേജാണ് കണ്ടില്ലേ. അതിൻ്റെ മുകളിൽ അതിൻ്റെ അവിടെയുണ്ട് കുറച്ച് ഉണ്ട് അതന്നെയുള്ള. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ എന്തൊരു ആട് ഫാം അങ്ങനത്തെ എന്തൊരു സംഭവമൊക്കെ ഉണ്ട് മുകളിൽ. ഇങ്ങനെ മുകളിൽ നോക്കി എന്ത് വെയില നോക്കി. ഇവിടെ ഇല്ല കേട്ടാ, അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടില്ലേ. അങ്ങനെയാണ് പരിപാടി മക്കളെ. ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടാ കണ്ടില്ലേ. ഇപ്പം സമയം കുറേ ഉണ്ട്. ഞാൻ ആർക്കോ മതിയായിട്ടില്ല ആർക്കോ. അങ്ങനെ ഇനിയിപ്പോൾ രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല പുഴയെന്ന് പോണ വെള്ളമുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ചാലുണ്ട് ഇങ്ങനെ പോണത്. പാത്രം കഴിക്കണൊക്കെ വെള്ളം അതിലുണ്ട്. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ പരിപാടി. മാഗി സാധനങ്ങളുണ്ട് കയ്യിൽ. രാത്രി വിശക്കാൻ ഉണ്ടാക്കാമെന്ന് മാത്രം തന്നെ. അങ്ങനെയാണ് പരിപാടി മക്കളെ. ഞാൻ കുറച്ച് നേരം വേണമെങ്കിൽ കിടന്നോ കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. ക്ഷീണം തണായിരുന്നു. എളുപ്പമല്ല. അവിടെ നോക്കി എന്തൊരു സ്ഥലമേ.